ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ 2025 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ക്യാൻവ എന്നൊരു ആപ്പ് മാത്രം മതി. നമുക്ക് എല്ലാ ഫോണിലും ക്യാൻവ എന്നൊരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെയാണല്ലോ. സാധാരണ ഞാനൊരു 7 മണി 7:30 ആവും എഴുന്നേൽക്കാൻ. കാരണം ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു 9 മണിക്കൊക്കെ പോയാൽ മതി. പിന്നെ എനിക്ക് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാറില്ല, കാരണം മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒരു 7:30 ആകുമ്പോഴാണ് ഉണരുന്നത്. പക്ഷേ വേണമെങ്കിൽ 6 മണിക്കൊക്കെ ഉണരാം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് 2 ദിവസം 6 മണിക്കൊക്കെ ഉണർന്ന ശേഷം മുറ്റത്തൊക്കെ ചെന്നിരുന്ന് പത്രമൊക്കെ വായിച്ച് ആ ഒരു തണുപ്പൊക്കെ അറിഞ്ഞ് അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 1-ാം തീയതി തൊട്ട്, അതായത് ജനുവരി 1 തൊട്ട് 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നതല്ല, നടത്തും. മറ്റൊന്ന് വ്യായാമമാണ്. രാവിലെ എഴുന്നേറ്റ് പേപ്പറൊക്കെ വായിച്ച് അതിനുശേഷം ഡെയിലി ഒരു 15 മിനിറ്റ് രാവിലെ യോഗയും മെഡിറ്റേഷനും നിർബന്ധമായിട്ടും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഈ അടുത്തിടെ ഞാൻ ഇതുപോലെ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്തപ്പോൾ അന്നത്തെ ദിവസം മൊത്തം ഒരു ക്ഷീണമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരക്കുകൾ കാരണമാണ് നമ്മൾ പലപ്പോഴും മാറ്റി വയ്ക്കുന്നത്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടെ സമയം കിട്ടും. പിന്നെ മുകളിലുള്ളത് യൂട്യൂബിൻ്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ. അതായത് ഞാനൊരു 1.5 വർഷമായിട്ട് യൂട്യൂബിൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് യൂട്യൂബൊക്കെ പ്രൊമോട്ട് ചെയ്തെടുക്കണം, മാക്സിമം ഗ്രോത്ത് യൂട്യൂബിൽ ഉണ്ടാവണം. 4 ചാനലുണ്ട്, പക്ഷേ 4 ചാനലിലൊന്നും ഞാൻ വീഡിയോസ് ഇടാറില്ല, ഒരു ചാനലേ ഇടാറുള്ളൂ. അപ്പോൾ എല്ലാ ചാനൽസും റെഡിയാക്കി എടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് നോട്ട് ഡെയിലി എക്സ്പെൻസസ്. ഞാൻ ഡെയിലി ഒരുപാട് ക്യാഷ് ചിലവാക്കാറുണ്ട്. ഒരുപാട് ലക്ഷങ്ങളൊന്നുമല്ല, 100, 200, 300, 500 അങ്ങനെ ആ രീതിയിൽ. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. ഞാൻ എപ്പോഴും കിട്ടുന്ന ക്യാഷ് അത്രയും പെട്ടെന്ന് ചിലവാക്കി കളയുന്ന ടൈപ്പാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കടമൊക്കെ ചോദിക്കുമ്പം ഒന്നും ആലോചിക്കാതെ ബ്ലൈൻഡായിട്ട് അങ്ങ് എടുത്തു കൊടുക്കും. ആവശ്യമില്ലാത്ത പൈസ ഞാൻ പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ശീലമൊക്കെ മാറ്റിയിട്ട് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണം. അതുപോലെ ഡെയിലി കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവം മാറ്റണം. ഡെയിലി വൈകുന്നേരം എത്ര ഇന്നത്തെ ദിവസം പൈസ ചിലവാക്കിയെന്നോടി നോട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നടുക്ക് 2 കോട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ജസ്റ്റ് ലിവിങ് മൈ ബെസ്റ്റ് ലൈഫ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ അവർക്കും സമയം കൊടുക്കാം. പക്ഷേ കുറച്ച് നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം വേണം. നമ്മുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും കണ്ടില്ലേ, പ്രവാസികളൊക്കെ പോയിട്ട് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കും വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവർക്കൊന്നും കാണത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിലും കുറച്ച് കരുതൽ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് ബി പേഷ്യൻ്റ്. എനിക്ക് ഒട്ടും ഇല്ലാത്ത കാര്യം, എനിക്ക് ക്ഷമയില്ല. എനിക്കൊരു കാര്യം വേണമെങ്കിൽ അതെനിക്ക് അപ്പം വേണം, എനിക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കണം, ഒട്ടും ക്ഷമയില്ല, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് ശാന്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നടത്തും. അടുത്തത് അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. സാധാരണ ജങ്ക് ഫുഡ്സ് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല. ഞാനിപ്പോൾ പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാട് കഴിക്കുന്ന ടൈപ്പല്ല. പക്ഷേ പപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം കഴിക്കാൻ ഇതുണ്ട്. പിന്നെ വീട്ടിൽ സിസ്റ്ററിലുള്ളവരുടെ കുട്ടിയുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ്, ലേസ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിച്ചു പോകുമല്ലോ. അതിൽ 1-2 കൊടുത്തിട്ട് ബാക്കി കൂടുതൽ നമ്മളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്തത് റീഡ് ഡെയിലി വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പലപ്പോഴും തിരക്കുകൾ കാരണം നടക്കാറില്ല. ഞാൻ കുറേ ഇംഗ്ലീഷ് ബുക്സ് ആയിരുന്നു കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം പകുതിക്ക് വായിച്ചിട്ട് പിന്നെ നിർത്തി വയ്ക്കും. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് കുറച്ചും കൂടെ മലയാളം ബുക്സ്, ഇപ്പോൾ MD അതേപോലുള്ള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളൊന്നും ഞാൻ അധികം വായിച്ചിട്ടില്ല. മനസ്സിരുത്തി വായിച്ചിട്ടുള്ളതൊക്കെ ഒരു ആടുജീവിതമാണ്. അതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നപ്പോൾ അങ്ങനെ വായിച്ചതാണ്. അപ്പോൾ കുറേ മലയാളം ബുക്സും ചില ഇംഗ്ലീഷ് ബുക്സൊക്കെ വായിക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. ഡെയിലി ഒരു 2 പേജെങ്കിലും വായിക്കണമെന്നാണ് തീരുമാനം. പിന്നെ റൈറ്റ് എ മോട്ടിവേഷണൽ ബുക്ക്. ഒരു മോട്ടിവേഷൻ ബുക്ക് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പക്ഷേ മോട്ടിവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ എഴുതുന്നത്. കൂടുതലും ഞാൻ ടൈപ്പ് ചെയ്യുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ കുത്തിയിരുന്ന് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യം. അപ്പോൾ ഡെയിലി ഒരു പേജെങ്കിലും എഴുതി ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കത് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ദൈവം സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കും. അടുത്തത് എക്സാം പ്രിപ്പറേഷനാണ്. ജോബ് ഉണ്ടെങ്കിൽ തന്നെയും സർവീസിലാണ് എങ്കിൽ തന്നെയും കുറച്ചും കൂടെ ഹയർ പോസ്റ്റിലേക്കുള്ള എക്സാംസിന് തയ്യാറെടുക്കണം എന്നാഗ്രഹമുണ്ട്. ആ എക്സാംസൊന്നും ഉടനെ ഇല്ല, 2028 ആകും. പക്ഷേ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്.
അടുത്തത് മന്ത്ലി സെൽഫ് കെയർ ആണ്. ഒട്ടും സെൽഫ് കെയർ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോലും ബ്യൂട്ടി പാർലറിൽ ഒരു 4-5 മാസം കൂടുമ്പോഴാണ് പോകുന്നത്. ഭയങ്കര മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് സെൽഫ് കെയർ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മന്ത്ലി എങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. അടുത്തത് സക്സസ്. ലൈഫിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? സക്സസ് ആവുക എന്നുള്ളതാണ്. സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനിൽ മാത്രം സക്സസ് ആവില്ല, ലൈഫിലും സക്സസ് ആവണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ എഴുതിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആ പഠിക്കുന്ന ഏരിയയിലാണ് അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾ വിഷൻ ബോർഡ് ഇങ്ങനെയൊന്നും ഒട്ടിച്ച് വെക്കരുത്. ഞാൻ ജസ്റ്റ് റഫായിട്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ തന്നെ പ്രിൻ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് പ്രിൻ്റ് ചെയ്യാം. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചതാണ്. എൻ്റെ സ്റ്റഡി സ്പേസൊക്കെ വളരെ സിമ്പിളാണ്. കാരണം ഇത് ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. വീടിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ റെൻറ്റിന് താമസിക്കുന്ന വീടൊന്നും നമ്മൾ ഒരുപാടൊന്നും അലങ്കരിച്ച് കുളമാക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ക്യാൻവ എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഹോമിൽ പോയിട്ട് സെർച്ച് ഓപ്ഷനിൽ നമ്മൾ വിഷൻ ബോർഡ് എന്ന് കൊടുക്കുക. വിഷൻ ബോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പോൾ 2025 മൈ വിഷൻ ബോർഡ് എന്ന് ഒന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഓരോ ഫോട്ടോസും ഓരോ വാക്കുകളും ഒക്കെ നമുക്ക് താഴെ എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. താഴെ എഡിറ്റ് ഓപ്ഷനുണ്ട്. അപ്പോൾ നോക്കാവുന്നൂടെ ഹോമിൽ പോവുക. എന്നിട്ട് അവിടെയാണ് സെർച്ച് ഓപ്ഷനിൽ വിഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ടെംപ്ലേറ്റ്സ് വരും. അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് വേണം നോക്കേണ്ടത്. ആ പ്രോ എന്ന് എഴുതിയേക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ടുള്ളതല്ല. പ്രോ എന്നില്ലാത്തതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലിഷ്ടമുള്ളത് നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സെലക്ട് ഓപ്ഷൻ വരും. സിമ്പിളായിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഈ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എഴുതാം. ഇങ്ങനെ ഇത് പ്രിൻ്റ് എടുത്ത ശേഷം ഗോൾസ് വിഷൻ എന്നൊക്കെ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഫോട്ടോസ് എടുത്താൽ മതി. ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ഇവിടത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫോണിൽ ചെയ്യാം, കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഇഷ്ടമുള്ളവരെണ്ണം സെലക്ട് ചെയ്ത ശേഷമാണ് നമ്മൾ അവിടത്തേക്ക് ഇത് ഞാൻ ചെയ്തിട്ടേക്കുന്ന പ്രോജക്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടു. ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ അവർ കൊടുത്തേക്കുന്ന പിക്ചേഴ്സ് മാറ്റിയിട്ട് ഞാൻ യൂട്യൂബിൻ്റെയൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ തന്നെ ടെക്സ്റ്റ് എന്ന് താഴെ ഓപ്ഷൻ കണ്ടല്ലോ, അവിടത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഓരോ വാക്കുകളുടെ കളറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും വീട്ടുകാരൊക്കെ. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിസ്റ്ററിലോ കയറി വന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നടന്നത് തന്നെ എന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷേ നമ്മളിതിലിപ്പോൾ ഒരു 10 എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലൊരു 2-3 എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു വർഷം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലതല്ലേ 1-2 കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ഒരു വർഷം വേസ്റ്റ് ആക്കിയത് നമുക്ക് ഒരിക്കലും ഒരു വിഷമം വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് എഴുതരുത് കേട്ടോ. ഇതൊരു മാക്സിമം 10 ഗോൾസ്, അതിൽ കൂടുതലൊന്നും എഴുതാൻ പാടില്ല. 10 ഗോൾസ് ചെയ്യാൻ നമ്മളതിനകത്ത് 5 എണ്ണമെങ്കിലും ചെയ്തെടുക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വിഷൻ ബോർഡ് മലയാളം വിഷൻ ബോർഡ് എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോക്കാളും നല്ല വീഡിയോസ് കിട്ടും കേട്ടോ. ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോസ് ഞാൻ കണ്ട് ഭയങ്കര ഭംഗിയായിട്ടാണ്, മലയാളത്തിലാണ്, നന്നായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അവരുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നന്ദി.